വയസ്അലൂനക അനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ. അതുവരെ നമ്മൾ എത്തി അല്ലേ? എന്താ വയസ്അലൂനക അനിൽ ജിബാൽ? ജിബാൽ എന്താ? ജബലു ജിബാൽ, പർവ്വതങ്ങൾ. വയസ്അലൂനക അനിൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. ഫഖുൽ, അങ്ങനെ ചോദിച്ചാൽ താങ്കൾ പറയുക, യൻസിഫുഹാ റബ്ബി നസ്ഫ, എൻ്റെ റബ്ബ് അതിനെന്ത് ചെയ്യും? പിഴുതെടുത്ത് പൊടിച്ചു കളയും. പിഴുതെടുക്കുക, പൊടിച്ചു കളയുക, അതാണ് നസഫ എന്ന് പ്രയോഗിച്ചതിൻ്റെ ഉദ്ദേശം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളുമായി ബന്ധപ്പെട്ട് പരലോകത്തെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത്, ഈ പൊടിക്കൽ, പിഴുതെടുത്ത് പൊടിക്കുക എന്നുള്ളത്. സൂറത്തുൽ മുർസലാത്ത് പറഞ്ഞില്ലേ, വൈദൽ ജിബാലു നുസിഫത്ത്, അത് ഈ നസ്ഫാണ്. പർവ്വതങ്ങളെ പിഴുതെടുക്കുക, എന്നിട്ട് അതിനെ പൊടിയാക്കുക. അതേപോലെ തന്നെ വഹുമിലത്തിൽ അർദു വൽ ജിബാൽ ഫദുക്കത ദക്കതൻ വാഹിദ, കൂട്ടിയിടിപ്പിക്കുക. നസഫ എന്ന് പറയുമ്പോൾ അത് വരുന്നതാണ്. ഒരു സംഗതിയെ പിഴുതെടുത്തിട്ട് പിന്നെ പൊടിച്ചിടുന്നതിനാണ് പറയുക. ഈ അർദും ജിബാലും, അർദ് ഭൂമി, ജിബാൽ പർവ്വതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അർദിനെ പടച്ചു, പിന്നെയാണ് ജിബാലിനെ പടച്ചത്, അതിൻ്റെ മുകളിൽ. അതാണ് നമ്മൾ സൂറത്ത് ഫുസ്സിലത്തിൽ നമ്മൾ പഠിച്ചു പോയതാണ്. ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർദ് ഫീ യൗമിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ 2 ദിവസങ്ങളിലായി പടച്ചു എന്നാണ്. ഭൂമിയെ 2 ദിവസങ്ങളായിട്ട് പടച്ചു. വതജാലൂന ലഹു അൻദാദ ദാലിക റബ്ബുൽ ആലമീൻ. പിന്നെ പറയുന്നത് വജഅല ഫീഹാ റവാസിയ, ഭൂമിയെ പടച്ചു. വജഅല ഫീഹാ റവാസിയ, ഭൂമിയിൽ പിന്നെ എന്ത് ചെയ്തു? അല്ലാഹു റവാസിയ എന്ന് പറഞ്ഞാൽ ജിബാൽ, പർവ്വതങ്ങളെ പടച്ചു. മിൻ ഫൗഖിഹ, മിൻ ഫൗഖിഹ എന്ന് പറഞ്ഞാൽ അർദിന് മുകളിൽ, ഭൂമിക്ക് മുകളിൽ പർവ്വതങ്ങളെ പടച്ചു. വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ ഫീ അർബഅതി അയ്യാം. അർബഅതി അയ്യാം എന്ന് പറഞ്ഞാൽ 4 ദിവസങ്ങളിലായി. അപ്പോൾ ആദ്യം അള്ളാഹു ഭൂമിയെ പടച്ചു, പിന്നെ അതിൻ്റെ മുകളിലാണ് എന്ത്? പർവ്വതങ്ങളെ പടച്ചത്. അതുകൊണ്ടാണ് ഭൂമിയെ എടുക്കും, പർവ്വതങ്ങളെ എടുക്കും, ഫദുക്കത ദക്കതൻ വാഹിദ എന്നാണ്. എന്നിട്ട് അതിനെ കൂട്ടിയിടിപ്പിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ പരലോകം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പർവ്വതങ്ങളാണ് നമ്മൾ പറഞ്ഞത് കസീബം മഹീല, ഉറച്ച പർവ്വതങ്ങളാണ്. പക്ഷേ അത് കാണാം മണൽത്തിട്ടകൾ കണക്ക്. പിന്നെ അത് കൽഇഹ്നിൽ മൻഫൂഷ് അല്ലേ? ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ മാരിജിൽ എന്താ പറഞ്ഞത്? ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ യൗമ തകൂനു സ്സമാഉ കൽഇഹ്ൻ യൗമ തകൂനു സ്സമാഉ കൽമുഹ്ൽ വതകൂനുൽ ജിബാലു കൽഇഹ്ൻ. പർവ്വതങ്ങൾ ഇഹ്നാകുന്നതാണ്. ഇഹ് എന്ന് പറഞ്ഞാൽ പരുത്തി. ആദ്യം മണൽത്തിട്ട പോലെ, പിന്നെ പരുത്തി പോലെ. വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ് എന്നാണ്. മൻഫൂഷായ, വിതറിയിട്ടപ്പെട്ട പരുത്തി പോലെ ഉണ്ട്. അത് വീണ്ടും അതിന് മാറ്റം വരികയാണ്. പിന്നെ ആണ് നമ്മൾ പറയുന്നത് വൈദൽ ജിബാലു സുയ്യിറത്ത്, വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ, ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിൽ പണ്ഡിതന്മാർ പറയുന്നൊരു വിഷയം, എന്തുകൊണ്ട് പർവ്വതങ്ങളെ പരലോകവുമായി ബന്ധപ്പെട്ട് ഇത്ര കൂടുതൽ ഇങ്ങനെയൊക്കെ? പർവ്വതങ്ങളുടെ വിവിധ വിഷയങ്ങളാണ്, വിവിധ അവസ്ഥകളാണ് പരലോകവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന് പറയുന്നത്. അതെന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്കപ്പുറം നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റമില്ലാതെ കാണുന്നതും പണ്ട് കണ്ട അതേപോലെ കാണുന്നതും ആരെയാണ്? പർവ്വതങ്ങളായിരിക്കും. ബാക്കിയുള്ളതൊക്കെ എത്ര അമ്പര ചുംബികളാണെങ്കിൽ അതിലൊക്കെ മാറ്റം ഉണ്ടാവും. നല്ല എടുപ്പുള്ള നല്ല ഭംഗിയുള്ള കൊട്ടാരമായിരുന്നു, പക്ഷേ അത് ഉണ്ടാക്കിയ പോലെ അല്ല കേട്ടോ എന്നുള്ള രീതിയിൽ മാറും. അതേപോലെ തന്നെ ഇപ്പോൾ വലിയ വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ഇല കൊഴിഞ്ഞ് മഞ്ഞച്ച്, അല്ലെങ്കിൽ അതിൻ്റെ കൊമ്പ് വെട്ടി വാടി തളർന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ പർവ്വതങ്ങൾ നോക്കി നമ്മൾ കൊണ്ടുപോയ എന്നതുള്ളത് പോലെ തന്നെ പർവ്വതങ്ങൾ, ഇപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചേരിയമല പണ്ടത്തെ അതേപോലെ തന്നെയാണ് ചേരിയമല. ആ ഉയരത്തിൽ, ആ രീതിയിൽ ചില പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷേ പർവ്വതം പോലെ തന്നെയാണ് അത് ഓരോ സ്ഥലത്ത് നിന്നുണ്ടെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ പർവ്വതങ്ങൾ ഒരു മുഖ്യ വിഷയമാണ്. അതിനെന്ത് പറ്റുക എന്നുള്ള ചോദ്യവും അതുകൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ അന്ത്യനാളായിട്ട് ഉണ്ടെങ്കിൽ ദുനിയാവിൽ നമ്മളൊരു മാറ്റവും ഇല്ലാതെ ഉറച്ച്, അതുകൊണ്ടാണ് ഉറച്ച കാര്യങ്ങൾക്കുണ്ടല്ലോ അറബിയിൽ പർവ്വതം പോലെ എന്നാ പറയാ. വ ഇൻകാന മക്രുഹും ലിതസൂല മിൻഹുൽ ജിബാൽ എന്ന് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുതന്ത്രം പ്രയോഗിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. വ ഇൻകാന മക്രുഹും, അവരുടെ കുതന്ത്രം ലിതസൂല മിൻഹുൽ ജിബാൽ, അതിനാൽ പർവ്വതം നീങ്ങിപ്പോകാൻ മാത്രം അവരുടെ കുതന്ത്രമായാലും എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് പറയുന്നത്? അപ്പോൾ നല്ല ഉറച്ച കാര്യത്തിനാണ് ഇത് പറയാ. അതിനാണ് പർവ്വതം കൊണ്ട് ഉപമിക്കുക. ഏതായാലും ഈ പർവ്വതങ്ങൾ ഇങ്ങനെ മാറുമെങ്കിൽ ആ പരലോകത്തിൻ്റെ ഭീതിയും ആ പരലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? അലി റളിയല്ലാഹു തആല അൻഹു അഖ്വ ജുന്ദില്ല, അള്ളാഹിൻ്റെ
സൈന്യങ്ങളിൽ ഏറ്റവും സ്ട്രോങ് ആരാണെന്ന് ചോദിച്ചിട്ട് ആദ്യം പറയുന്നത് അൽ ജിബാൽ, പർവ്വതങ്ങൾ എന്നാണ്. പിന്നെയാണ് അദ്ദേഹം ഓരോ വേറെ വേറെ വിഷയങ്ങളുണ്ട്. ഏതായാലും ആ പർവ്വതങ്ങൾ പരലോകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് യൻസിഫുഹാ റബ്ബി നസ്ഫ, അതിനെ പിഴുതെടുത്തിട്ട് അള്ളാഹു എന്ത് ചെയ്യും, പൊടിയാക്കും എന്നാണ് പറയുന്നത്.